എല്ലാ പ്രേക്ഷകർക്കും മാസ്റ്റർ ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ടരോട്ട് കാർഡ് റീഡിംഗ് ആണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. എല്ലാവർക്കും റെസനേറ്റ് ആവണമെന്നില്ല. റെസനേറ്റ് ആകുന്നവർ സ്വീകരിക്കുക, അല്ലാത്തവർ വിട്ടുകളയുക. പക്ഷേ ഇതൊരു ടൈംലെസ് വീഡിയോ ആണ്. നിങ്ങളെപ്പോൾ കണ്ടാലും ഇത് ബാധകമായിരിക്കും. ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് എന്ത് ചിന്തിക്കുന്നു, അവരുടെ മനസ്സിൽ ഇപ്പോഴും നിങ്ങളുണ്ടോ എന്നുള്ളതാണ് നാം നോക്കുന്നത്. നിങ്ങളെക്കുറിച്ചുള്ള ആ വ്യക്തിയുടെ ചിന്തകൾ, അവരുടെ മനസ്സിൽ നിങ്ങൾക്കുള്ള സ്ഥാനം, അതിലേക്ക് നോക്കുമ്പോൾ ആദ്യം എത്തുന്നത് ഇതുവരെ ചലിക്കാത്ത, കൃത്യമായി മുന്നോട്ട് പോകാത്ത ചില ജീവിത നിയോഗങ്ങളാണ്. നിങ്ങളും ആ വ്യക്തിയും തമ്മിലുള്ള ബന്ധത്തിൻ്റെ കാര്യത്തിൽ എല്ലാ കാര്യങ്ങളും, അല്ലെങ്കിൽ നിങ്ങൾ ആ വ്യക്തിയും തമ്മിലുള്ള ബന്ധത്തിൻ്റെ ഉള്ളിൽ പല കാര്യങ്ങളും കൃത്യമായി നടക്കുന്നില്ല. നിങ്ങളുടെ ആഗ്രഹങ്ങൾ, നിങ്ങളുടെ സ്വപ്നങ്ങൾ, നിങ്ങൾ ലക്ഷ്യം വെക്കുന്ന ചില വസ്തുതകൾ, ഒരുപക്ഷെ വിവാഹ നിശ്ചയം, നിങ്ങൾ ഇരുവരും ഒരുമിച്ച് പോകാൻ ഇരിക്കുന്ന ചില പദ്ധതികൾ, ചില കാര്യങ്ങൾ, ചില തീരുമാനങ്ങൾ, ചില ലക്ഷ്യങ്ങൾ, സ്വപ്നങ്ങൾ, ഇതൊന്നും യഥാവിധി ഇതുവരെ മുന്നോട്ട് പോകുന്നുണ്ടായിരുന്നില്ല. എപ്പോഴും എന്തെങ്കിലും തടസ്സങ്ങൾ ഇക്കാര്യത്തിലൊക്കെ ഉണ്ടാകുന്നൊരവസ്ഥ ഉണ്ടായിരുന്നു. ഒന്നിനു പുറകെ ഒന്നായി തടസ്സങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ ചുറ്റിപ്പണഞ്ഞിരുന്നു. ആ ചുറ്റിപ്പണയിൽ മൂലം പല കാര്യങ്ങളും കൃത്യമായി നേടുന്നതിനും മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും നിങ്ങൾക്ക് സാധിച്ചിട്ടില്ല. അതിനൊരുപാട് കാരണങ്ങളും ഒരുപാട് കുഴപ്പങ്ങളും നിങ്ങൾക്ക് കാണാൻ കഴിയും. എന്തൊക്കെ പറഞ്ഞാലും ഇതുവരെ സ്റ്റക്കായിട്ട് നിൽക്കുന്ന ഒരു ബന്ധം, അല്ലെങ്കിൽ പരസ്പരം സ്നേഹിക്കാനായിട്ടൊന്ന് കരുതിയാൽ, പരസ്പരം ഒന്ന് ഒരുമിച്ച് മുന്നോട്ട് പോകാൻ കരുതിയാൽ, ചില പ്രശ്നങ്ങൾ എപ്പോഴും ഒന്നിനു പുറകെ ഒന്നായി തരണം ചെയ്യുന്നു, അല്ലെങ്കിൽ തരണം ചെയ്യേണ്ടി വരുന്നു. തീരാത്ത പ്രശ്നങ്ങളാകുന്നു. ഒന്നിനു പുറകെ ഒന്നായിട്ട് മറ്റൊരു പ്രശ്നം വരുന്നു. വിചാരിക്കുന്നതൊന്നും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ പ്രതിസന്ധി ഇനി തീരുകയാണ്. ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചതും നിങ്ങൾ ആ വ്യക്തിയെക്കുറിച്ച് കരുതിയതൊക്കെ അതേ സംഭവങ്ങൾ തന്നെയാണ്. ജീവിതത്തിൽ പല കാര്യങ്ങളും കൃത്യമായി നടക്കുന്നില്ല. എല്ലാത്തിനും തടസ്സങ്ങളുണ്ടാകുന്നു. ആ തടസ്സങ്ങൾ നിങ്ങളുടെ മനം തന്നെ മടുപ്പിക്കുന്നൊരവസ്ഥയിലേക്കെത്തി. ഒന്നിനു പുറകെ ഒന്നായി തടസ്സങ്ങൾ വന്നപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ബുദ്ധിമുട്ടുകളുണ്ടായി, പ്രശ്നങ്ങളുണ്ടായി. എന്താണ് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ദുർവിധി വന്നത് എന്ന് നിങ്ങൾ ഇരുവരും ചിന്തിച്ചു. ഇപ്പോൾ ആ പ്രതിസന്ധികൾ മാറുകയാണ്. ഇപ്പോൾ ആ പ്രശ്നങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാനുള്ളൊരു സാധ്യത വരികയാണ്. ഈശ്വരൻ്റെ അനുഗ്രഹം, യൂണിവേഴ്സ് നിങ്ങൾക്ക് ഒരു വഴി കാണിച്ചിരുന്നു. നിലച്ചുപോയ നിങ്ങളുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകുന്നു, ചലിക്കുന്നു, സ്വപ്നങ്ങൾ മുന്നോട്ട് പോകുന്നു. നിങ്ങൾക്ക് ജീവിതത്തെ ഇനി ബാലൻസ് ചെയ്ത് നിർത്താൻ കഴിയും. നിങ്ങൾക്ക് രണ്ടുപേർക്കും പേടിയുണ്ടായിരുന്നു, സംശയമുണ്ടായിരുന്നു, ദുഃഖമുണ്ടായിരുന്നു. ഈ ജീവിതത്തെ ഞങ്ങൾക്ക് ബാലൻസ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമോ എന്നുള്ളത്. പക്ഷേ അത് സാധ്യമാകുന്ന രീതിയിലേക്ക് ജീവിതം വരുന്നു. ജീവിതത്തെ നിങ്ങൾക്ക് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അത് നിങ്ങളെ സംബന്ധിച്ച് വലിയ തരത്തിലുള്ള ഒരു മുന്നേറ്റം തന്നെ ഉണ്ടാക്കും. വലിയ തരത്തിലുള്ള ഒരു ജീവിത വിജയം അതുമൂലം നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും. ജീവിതത്തിൽ ഒന്നൊക്കുമ്പോൾ മറ്റൊന്നൊക്കാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഒരു ബുദ്ധിമുട്ടിന് ശേഷം മറ്റൊരു ബുദ്ധിമുട്ട് ഉടനെ വരിക. പക്ഷേ ആ പ്രതിസന്ധിയെ നിങ്ങൾക്ക് മറികടക്കാനുള്ളൊരു സൗഭാഗ്യം ഈശ്വരൻ നൽകുകയാണ്. പുതിയൊരു ജീവിതഗതി വരുന്നു. ജീവിതത്തെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് കഴിയുന്നു. ഇനി ഒന്നും ഭയപ്പെടാനില്ല. നിങ്ങളുടെ വ്യക്തി നിങ്ങളെക്കുറിച്ച് ശുഭചിന്തയുമായി മുന്നോട്ട് പോകുന്നു. ആ ബുദ്ധിമുട്ടുകളൊക്കെ മാറുന്നു. ആ വ്യക്തിയുടെ മനസ്സിൽ ഇപ്പോഴും നിങ്ങൾക്ക് സ്ഥാനമുണ്ട്. ആ വ്യക്തിക്ക് മനസ്സിലായി, ഞാൻ ഈ വ്യക്തിയാണ് സ്നേഹിക്കേണ്ടത്. എൻ്റെ വ്യക്തി ഇതാണ്. എൻ്റെ വ്യക്തി എനിക്ക് നൽകുന്ന അനുഗ്രഹങ്ങൾ, എൻ്റെ വ്യക്തി എനിക്ക് നൽകുന്ന ജീവിത മുന്നേറ്റങ്ങൾ, അതിലൂടെ എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയും എന്നുള്ളൊരു ധാരണ നിങ്ങൾക്കും കൃത്യമായി ലഭിക്കുന്നു. ഏത് പ്രതികൂല സാഹചര്യത്തെയും തരണം ചെയ്തുകൊണ്ട് ജീവിതത്തിൽ വിജയം കൈവരിക്കാനുള്ള ഒരു ആർജവം നിങ്ങൾക്ക് വരുന്നു. ആ വ്യക്തിക്ക് വരുന്നു. ആ വ്യക്തി നിങ്ങളെ കൂടുതൽ സ്നേഹിക്കുന്നു.
പരസ്പരം ഒരുമിച്ച് നിന്ന് മുന്നേറാനുള്ള ഒരു പ്രേരണ നിങ്ങൾക്കുണ്ടാവുന്നു. ഏത് പ്രതികൂല സാഹചര്യത്തെയും തരണം ചെയ്തുകൊണ്ട് മുന്നോട്ട് ഒരുമിച്ച് പോകണമെന്നുള്ളത് നിങ്ങളിപ്പോൾ ആഗ്രഹിക്കുന്നു. ഒരുപാട് ആളുകൾ ഒരുപാട് കുതന്ത്രങ്ങളുമായി നിങ്ങളിലേക്ക് വന്നിരുന്നു. നിങ്ങളെ രണ്ടുപേരെയും രണ്ടാക്കി മാറ്റിയിട്ട് അതിൻ്റെയൊക്കെ ലാഭം കൊയ്യാൻ വിചാരിച്ചവർ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നിങ്ങളെ വഞ്ചിച്ചുകൊണ്ട് നിങ്ങളെ പ്രതിസന്ധിയിലാക്കിക്കൊണ്ട് അവർക്ക് നേട്ടം ഉണ്ടാക്കാൻ. പക്ഷേ അതെല്ലാം മാറുന്നു. ജീവിതത്തിൽ പോസിറ്റീവായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടാകുന്നു. എല്ലാ പ്രതികൂല സാഹചര്യങ്ങളെയും തരണം ചെയ്തുകൊണ്ട് എല്ലാ പ്രശ്നങ്ങളെയും മാറ്റിമറിച്ചുകൊണ്ട് നിങ്ങൾക്ക് ജീവിതത്തിൽ മുന്നേറാൻ കഴിയും. ചില ആളുകൾ നിങ്ങളെ ഇല്ലാതാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ചില ആളുകൾ നിങ്ങളെ സ്നേഹിച്ചവരെ പോലും സ്വാധീനിച്ചുകൊണ്ട് നിങ്ങൾക്കെതിരാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അവരുടെ കുതന്ത്രങ്ങളിലൊന്നും ഒരു വിജയം ഉണ്ടാവില്ല. വിജയം നിങ്ങൾക്ക് തന്നെയായിരിക്കും. ആ വ്യക്തിയുടെ മനസ്സിൽ നിന്ന് നിങ്ങളെ ഓടിക്കാനായിട്ട് ചിലർ ഗൂഢാലോചന നടത്തിയിട്ടുണ്ട്. ആ വ്യക്തിയുടെ മനസ്സിൽ നിന്ന് നിങ്ങളെ എന്നേക്കും ഇല്ലാതാക്കാൻ ചിലർ ഗൂഢാലോചന നടത്തിയിട്ടുണ്ട്. പക്ഷെ അതൊക്കെ മാറി ജീവിതത്തിൽ പോസിറ്റീവ് എനർജി കൈവരുന്നു. ഏത് പ്രതികൂല സാഹചര്യത്തെയും തരണം ചെയ്തുകൊണ്ട് എല്ലാ പ്രതിസന്ധികളെയും മാറ്റിമറിച്ചുകൊണ്ട് ജീവിതത്തിൽ സന്തോഷകരമായി മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് കഴിയുന്നു. നിങ്ങൾക്ക് അനുഗ്രഹങ്ങളുണ്ടാകുന്നു. എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും മോചനം ലഭിക്കുന്നു. പ്രതീക്ഷയുണ്ടാകുന്നു ആ വ്യക്തിക്ക്. ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് ആലോചിക്കാനൊരു കാരണമുണ്ട്. ആ വ്യക്തിക്ക് ജീവിതത്തിൽ പ്രതീക്ഷ കൈവരുന്നത് നിങ്ങളുമായിട്ടുള്ള ജീവിതം കൊണ്ടാണ്. മുമ്പ് അങ്ങനെയായിരുന്നില്ല. ആ വ്യക്തിക്ക് നിങ്ങളിൽ പ്രതീക്ഷ ഉണ്ടാകാനുള്ള ഒരു കാരണവും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നതിലും നിങ്ങളുടെ മനസ്സ് നിങ്ങളെക്കുറിച്ച് കൂടുതൽ ചിന്തകളുമായി ആ വ്യക്തി മുന്നോട്ട് പോകുന്നതിനും ഒക്കെ കാരണം പോസിറ്റീവ് എനർജി ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളെ പ്രതീക്ഷയിലേക്ക് കൊണ്ടുവരുന്നു. നിങ്ങൾ ആണ് യഥാർത്ഥ പ്രതീക്ഷ എന്ന് ആ വ്യക്തിക്ക് മനസ്സിലാകുന്നു. അങ്ങനെ നിങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയായി ആ വ്യക്തിയെ സംബന്ധിച്ച് മാറുന്നു. അങ്ങനെയാണ് നിങ്ങളെക്കുറിച്ച് ഓർമ്മിപ്പിക്കുന്നത്. നിങ്ങളിലൂടെ ഈ ലോകത്ത് നിലനിൽക്കാൻ ആ വ്യക്തി ആഗ്രഹിക്കുന്നു. അങ്ങനെ കൂടി വരുന്നു. ആ വ്യക്തിക്ക് ഒരു വലിയ ഓപ്പർച്യൂണിറ്റി നിങ്ങളിലൂടെ ലഭിക്കുന്നു. നിങ്ങൾക്ക് വലിയൊരു ഓപ്പർച്യൂണിറ്റി ആ വ്യക്തിയിലൂടെ ലഭിക്കുന്നു. അങ്ങനെ പരസ്പര പൂരകമായ ജീവിത വിജയം. ഇതുവരെ അടുക്കാൻ കഴിയാത്ത അവസ്ഥയോർത്ത് നിങ്ങൾ ലജ്ജിക്കും. മുൻപേ അടുക്കേണ്ടതായിരുന്നു. മുൻപേ ജീവിതത്തിൽ തുറന്നു പറയേണ്ടതായിരുന്നു. മുൻപേ പ്രണയിക്കേണ്ടതായിരുന്നു. മുൻപേ മനസ്സിൽ ആകർഷിക്കേണ്ടതായിരുന്നു എന്ന് ആ വ്യക്തി മനസ്സിൽ പറയും. ഈ ആളെ എനിക്കിപ്പോഴാണല്ലോ കാണാൻ കഴിഞ്ഞത്, വൈകിപ്പോയല്ലോ എന്ന് ആ വ്യക്തി പറയും. നിങ്ങളിലേക്ക് കൂടുതൽ അടുത്ത് നിങ്ങളെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കുന്ന ഒരു വ്യക്തിയായിട്ട് ആ വ്യക്തി മാറുകയും ചെയ്യും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.